നിത്യാനന്ദ റായിയുടെ കത്ത് പ്രാഥമികമായി പറഞ്ഞാൽ ജനാധിപത്യ മര്യാദകളോടുള്ള വെല്ലുവിളിയാണ്, കേരള ജനതയോടുമുള്ള വെല്ലുവിളിയാണ്. കേരളം കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളോട് ഒരു പ്രതികരണവും നിത്യാനന്ദ റായിയുടെ കത്തിൽ ഇല്ല. ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടലുളവാക്കിയാണ്. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും കേരളത്തിലെ ഗവൺമെന്റിനെ ഈ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. 4 മാസങ്ങൾക്ക് മുൻപൊരു രാത്രി വയനാടിന്റെ നെഞ്ചും കേരളത്തിന്റെ മനസ്സും പിളർന്നൊഴുകിയ ഉരുൾജലം കവർന്നെടുത്ത് കൊണ്ടുപോയത് 500-ലേറെ മനുഷ്യരെയാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് സമ്മാനിച്ചത് ആയുസ്സൊടുങ്ങും വരെയുള്ള വേദനയും. നമ്മുടെ നാട് നെഞ്ചു വിങ്ങി കരഞ്ഞ ദിനങ്ങൾ. ജീവൻ തിരഞ്ഞ് ചുരം കയറി എത്തിയത് 100 കണക്കിന് മനുഷ്യരാണ്. ഉള്ളതിൽ നിന്ന് മിച്ചം പിടിച്ച് കരുതലായി ചേർന്നു നിന്നത് ആയിരങ്ങളാണ്. ദിവസങ്ങൾ കഴിഞ്ഞും മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും മൂക്കുപൊത്താതെ മൃതദേഹങ്ങൾ വാരിയെടുത്ത മനുഷ്യർ എല്ലാം തിരികെ നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകി. നഷ്ടപ്പെട്ട ജീവനുകൾ ഒഴികെ 4 മാസം പിന്നിട്ടിരിക്കുന്നു. പുനരധിവാസത്തിനും ജീവനോപാധിക്കുമായി കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കേന്ദ്രം ഇന്നോളം കരിഞ്ഞിട്ടില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരാകരിച്ച കേന്ദ്ര നടപടി കണ്ണിൽ ചോരയില്ലാത്തതെന്നു കേരളം. വയനാട്ടിലെ യഥാർത്ഥ ദുരന്തമെന്ത്? സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായ നമ്മളോടൊപ്പം വയനാട്ടുകാരിയായ ഈ ദുരിതം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ അനേക മനുഷ്യരുടെ പ്രതിനിധിയായ ജിതിക പ്രേം ഈ ചർച്ചയിലുണ്ട്. ശ്രീ A.M. ആരിഫ് CPM-ൽ നിന്ന്, ശ്രീ K. ശബരിനാഥൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? ശ്രീ ശങ്കുട്ടിദാസിനെ കേൾക്കാമോ? ഓക്കെ. ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ നവംബർ 19-ന് LDF-ഉം UDF-ഉം കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. UDF ഹർത്താൽ, LDF ഹർത്താൽ. അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധം ഉയർത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കാണുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള നീക്കത്തിനായുള്ള കേന്ദ്ര സഹായം ആവശ്യപ്പെടുന്ന നടപടിക്കെതിരെ കേന്ദ്രം മുഖം തിരിക്കുന്നത്? ശ്രീമതി മാധു, നോക്കൂ, പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ബാക്കിയായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു ബോധപൂർവം ഒരു വിവാദം സൃഷ്ടിച്ചെടുത്ത് കേന്ദ്ര സർക്കാരിനെയും BJP-യെയും പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ ചർച്ച പോലും ഇന്നത്തെ ദിവസം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഈ അവതരണത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ശരിയല്ല. കേന്ദ്രം സഹായം നൽകില്ല എന്നൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് എന്താണ്? വയനാടുണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡിനെ, ഫ്ലാഷ് ഫ്ലഡ്സിനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട്, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. നമ്മുടെ നിയമത്തിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രൊവിഷനില്ല. നിയമത്തിൽ ഇല്ലാത്തൊരു പ്രൊവിഷൻ പ്രകാരം ഒരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിട്ട് അത് സാധിക്കില്ലെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുമ്പോൾ ഇത് കേരളത്തോട് ചെയ്യുന്ന അപമാനിക്കലാണ്, കേരളത്തോട് ചെയ്യുന്ന വിവേചനമാണെന്ന് പറയരുത്. എന്നെ ഈ ചർച്ചയിൽ പ്രതിരോധത്തിൽ നിൽക്കുന്നത് എൻ്റെ പാർട്ടി ആയതുകൊണ്ട് തന്നെ, ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിക്കപ്പെട്ടത് എൻ്റെ പ്രസ്ഥാനത്തിന് നേരെ ആയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ എൻ്റെ ഭാഗം വിശദീകരിക്കാൻ ന്യായമായ സമയം നിങ്ങൾ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മുഖവുര ഇങ്ങനെ തന്നെ പറഞ്ഞത്. നോക്കൂ, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ആയിട്ട് പുറത്ത് വിട്ടിട്ടുള്ള കത്ത്, അതിൽ പറയുന്നൊരു കാര്യം ഒരു പുതിയ കാര്യമേ അല്ല. ഇന്നിപ്പോൾ ഈ കത്ത് പുറത്തു വിട്ടത് തീർച്ചയായിട്ടും ഗൂഢാലോചനയാണ്. നവംബർ 10 ഡേറ്റഡ് ആയിട്ടുള്ള കത്താണത്. അത് പോട്ടെ, ഇതേ കാര്യം തന്നെ ഒക്ടോബർ 17 കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പി പേസ്റ്റാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹമന്ത്രിയുടെ കത്തിൽ പറയുന്നത്. പുതിയ കാര്യമല്ല. ഇതേ കാര്യം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുന്നേ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, 2013 കേരളത്തിൽ നിന്നുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന സമയത്ത് ഇതേ കാര്യം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് നടന്നിട്ടുള്ള സമയമാണ്. ഇന്ത്യയിൽ തന്നെ 2004 സുനാമിക്ക് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് എന്ന് പറയുന്നത്. 4500 ഗ്രാമങ്ങൾ മുഴുവൻ വൈപ്പൗട്ട് ചെയ്യപ്പെട്ട സംഭവമാണ്. 6000 ചില്ലാനം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള വലിയ ദുരന്തമാണ്. അന്ന് പാർലമെന്റിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള BJP പ്രതിനിധിയായിട്ടുള്ള PC മോഹൻ ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുള്ള മറുപടി, നമ്മുടെ നിയമത്തിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. മാത്രമല്ല, ഈ പറയുന്ന ഫ്ലഡ്സ് ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ 12ഓളം പ്രകൃതി ദുരന്തങ്ങളിൽ റിലീഫ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് സംസ്ഥാനത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണെന്നാണ്. ഇതാണ് നമ്മുടെ നിയമത്തിലെ പ്രൊവിഷൻ. ഇത് BJP ഉണ്ടാക്കി വെച്ചുള്ള നിയമത്തിലെ പ്രൊവിഷൻ അല്ല. ആ പ്രൊവിഷനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഇപ്പോഴും പറയുന്നത്. ആ കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാർ വയനാടിന് ഏതെങ്കിലും തരത്തിൽ ധനസഹായം ചെയ്യില്ല എന്നോ പുനരധിവാസത്തെ സഹായിക്കുകയോ ചെയ്യില്ല എന്നോ അല്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിയമപ്രകാരം സാധ്യമല്ല എന്ന് മാത്രമാണ്. കേന്ദ്രം ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ള സഹായങ്ങളെ പറ്റിയിട്ടും കേന്ദ്രമന്ത്രിയുടെ കത്തിലും പാർലമെന്റിലെ ഉത്തരത്തിലും അതേപോലെ തന്നെ ഈ പറയുന്ന ഹൈക്കോടതിയിലുള്ള സത്യവാങ്മൂലത്തിലും വളരെ വിശദമായി പറയുന്നുണ്ടല്ലോ. അതായത് SDRF എന്ന് നമ്മൾ പറയുന്ന സംഭവം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം, ഇത് സ്റ്റേറ്റ് ഫണ്ട് അല്ല, ഇത് കേന്ദ്രത്തിന്റെ ഫണ്ടാണ്. 75% കേന്ദ്രവും 25% സംസ്ഥാനവും വഹിക്കുന്നതാണ്. ഓരോ 5 വർഷത്തേക്കും ഫിനാൻസ് കമ്മീഷനാണ് മൊത്തം നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഓരോ സ്റ്റേറ്റുകളുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എത്രയാണ് പണം കൊടുക്കേണ്ടത് തീരുമാനിക്കേണ്ടത്. ആ മറ്റുള്ളൊരു മാനദണ്ഡം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് 2024-2025 കാലഘട്ടത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 306 കോടി രൂപയാണ്. ആ 306 കോടി രൂപയിൽ 75% കേന്ദ്രത്തിൻ്റെയാണ്. അതായത് 291 കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കേന്ദ്രം അലോക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഈ 2 ഗഡുവായിട്ട് കൊടുക്കേണ്ട പൈസ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻകൂറായിട്ട് ഇതിനോടകം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ ഗഡു കൊടുക്കുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ജൂലൈ 31, 2024 145.60 കോടി കൊടുത്തു. അതിനുശേഷം ഒക്ടോബർ 1, 2024 145.60 കോടി കൊടുത്തു. അതായത് 291 കോടി രൂപ കൊടുത്തു. സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ 96.80 കോടി അതിലുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ട്സ് ജനറൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പ്രകാരം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഗഡുവിൽ നിന്ന് 394.99 കോടി രൂപ ബാക്കിയിരിക്കുകയാണെന്നാണ്. അതായത് കേന്ദ്രം കൊടുത്ത വിഹിതം തന്നെ സംസ്ഥാനത്തിൻ്റെ SDRFൽ 782 കോടി ഇരിക്കുകയാണ്. ഇതിന് പുറമെ CMDRF ഉണ്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ട്. അതിലേക്ക് 520 കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അതിലേക്ക് 80 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതായത് 1300 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് സംസ്ഥാനം പറയാണ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല, കാരണം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങയോട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനുള്ള പശ്ചാത്തലത്തിൽ ഈ ചർച്ച തന്നെ ഇന്ന് നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു. ഈ വാർത്ത ഇന്നലെയാണ് വന്നത്. ഇന്നലെ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചത്. മാത്രമല്ല ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് മറ്റൊരു വിഷയമായിരുന്നു, ഈ വിഷയമല്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു ചർച്ച ഗൂഢാലോചനയാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ, ദേശീയ ദുരന്തം എന്നു നിങ്ങൾ ഉന്നയിച്ചിട്ട് എന്ന് ഇത് നോക്കൂ, ഈ ചർച്ചയുടെ അവതാരികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നങ്ങ് പറഞ്ഞു. ഈ ചർച്ചയുടെ അവതാരികയിൽ വയനാട് നേരിട്ട ദുരന്തത്തിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞിരിക്കുന്നത് 2-3 സെന്റൻസ് ആണ്. ആ 2-3 സെന്റൻസ് ഞാൻ ആവർത്തിക്കാം. പുനരധിവാസത്തിനും ജീവനോപാധിക്കുമായി കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കേന്ദ്രം ഇന്നോളം കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കാര്യത്തിൽ, അതായത് വയനാട് ദുരന്തത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ കേരളം എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം, ഞാനത് ബഹുമാന പുരസ്സരം സ്വീകരിക്കും. 2ാമത്തെ സെന്റൻസ്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരാകരിച്ച കേന്ദ്ര നടപടി കണ്ണിൽ ചോരയില്ലാത്തതെന്ന് കേരളം. ആ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ധനമന്ത്രി KN ബാലഗോപാലിൽ നിന്നാണ്. ആ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം, ഒരു മിനിറ്റ് ശ്രീ ശങ്കുടിദാസ് അങ്ങ് പറഞ്ഞ മുഴുവൻ കേട്ടില്ലേ? അപ്പോ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നിരാകരിച്ച കേന്ദ്ര നടപടി കണ്ണിൽ ചോരയില്ലാത്തതാണ് എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ അവിടെ പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന കത്തിൽ, KV തോമസ് അയച്ച കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്കുമുണ്ട് ശ്രീ ശങ്കുടിദാസ്, അത് മനസ്സിലാക്കും എല്ലാവർക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ ഒരു ആരോപണമാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത്. വയനാട്ടിലെ യഥാർത്ഥ ദുരന്തം എന്ത്? ഈ 3 സെന്റൻസ് ആണ് ഞാൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ എവിടെയാണ് ഗൂഢാലോചന? അതാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, കേന്ദ്ര സഹായം കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് സംസ്ഥാനത്തോടുള്ള വഞ്ചനയാണെന്ന് കേരളം. ഇത് കേരളത്തിന്റെ അഭിപ്രായമല്ല. കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ജനതയ്ക്ക് എന്തുകൊണ്ടാണ് നിയമപ്രകാരം ഇല്ലാത്തൊരു പ്രൊവിഷൻ പ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ന് മനസ്സിലാവും. ഇത് തീർത്തും രാഷ്ട്രീയമായിട്ടുള്ള കേരളത്തിന്റെ പൊതു അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് അത് സ്വാഭാവികമായും കേരളത്തിന്റെ അഭിപ്രായം എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോ കേന്ദ്രത്തിന്റെ അഭിപ്രായം എന്നല്ലാതെ കേന്ദ്രത്തിന് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം അഭിപ്രായമാണ് ഈ പറയുന്ന കാര്യം എന്ന് പറയാൻ കഴിയില്ലല്ലോ. കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി അയച്ച കത്ത് കേന്ദ്രത്തിന്റെ അഭിപ്രായം, കേരളത്തിലെ ക്യാബിനറ്റിൽ അംഗമായ ഒരാൾ പറഞ്ഞൊരു അഭിപ്രായം, കേരള സർക്കാരിന്റെ അഭിപ്രായം എന്ന രീതിക്ക് തന്നെയാണ് മുന്നോട്ട് വെക്കപ്പെടാൻ കഴിയുന്നത്. ഞാൻ ചോദിക്കുന്നതിൽ ഗൂഢാലോചന എവിടെയെന്നാണ്. ശ്രീമതി മാധു,
ശ്രീമതി മാധു, നിങ്ങൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയേണ്ടത് വയനാട് ദുരന്തമല്ല, ഒരു ദുരന്തവും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ലെന്ന് ഇന്ത്യ എന്നാണ് പറയേണ്ടത്. അവിടെ ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേന്ദ്ര നടപടി BJP എന്നൊരൊറ്റ വാക്ക് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര നടപടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് നമുക്ക് ഈ ചർച്ച നടത്തുന്ന ആൾക്ക് കുറച്ചുകൂടി നമുക്ക് ഈ പൊതുസമൂഹത്തോട് കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അവരെ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാതെ അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ അങ്ങാണ് തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങ് പറഞ്ഞു BJP എന്ന് പറഞ്ഞു. BJP ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങാണ് തെറ്റിദ്ധരിപ്പിച്ചത് ശ്രീ ശങ്കുട്ടിദാസ്. കേന്ദ്ര നടപടി എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ കേരളം എന്ന് ഉപയോഗിക്കുന്നു. നിങ്ങൾ ദേശീയ സർക്കാരിന്റെ പ്രതിനിധികളെ പറ്റി പറയുമ്പോൾ കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. സ്വാഭാവികമല്ലേ? വാചകത്തിൽ വരുമ്പോൾ വൈരുദ്ധ്യമാണ്. ശരി, ഇന്ത്യ എന്ന് തന്നെ ഞാൻ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ വേദനിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല ശ്രീ ശങ്കുട്ടിദാസ്. ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ എന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ കേരളം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് നോക്കൂ, കേരളം എന്ന ഒരു സംസ്ഥാനം തന്നെ ഈ ഭൂപടത്തിലില്ല എന്ന രീതിക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും തന്നെ ഇന്ന് ഈ പ്രതികരണം തേടി മന്ത്രിമാരെല്ലാവരും തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ തന്നെയാണ്, ഈ പുറകിൽ നിന്ന് കുത്തുന്നതാണ് കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് BJP എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ ചർച്ച ഇന്ന് വരുന്നത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത്. നോക്കൂ, കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം നേരിട്ടൊരു വലിയ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും നേതാക്കളും എല്ലാം അതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ വൈകുന്നേരം എന്തിനാണ് ഇങ്ങനെ ഒരു ചർച്ച? ശ്രീമതി മാധു, നിങ്ങൾ സുദീർഘമായി സംസാരിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റിക്ക് മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. അതായത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഹൈക്കോടതിയിൽ ഒക്ടോബർ 17 തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടൊരു കാര്യം, കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യം, 2013 അന്നത്തെ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ള കാര്യം, അതേ കാര്യം ഒരു കുത്തും കോമയും പോലും വ്യത്യാസമില്ലാതെ ആ കേന്ദ്രമന്ത്രിയെ കൊണ്ട് ഇപ്പൊ പറയിപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്തത്. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊരു കത്തയക്കുന്നു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വക്താവ് ഒരു കത്തയക്കുന്നു. ആ കത്തിൽ അദ്ദേഹം ചട്ടപ്രകാരമുള്ള മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി പൊക്കിയെടുത്തുകൊണ്ട് ഒരു വയനാടിനെ കേന്ദ്രം അവഗണിച്ചു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് ഒരു ഹർത്താൽ നടത്തുമ്പോൾ അത് ചർച്ചയാവുമ്പോൾ അതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എന്റെ സാമാന്യ ബുദ്ധിയാണ്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് ഓഗസ്റ്റ് 2-ാം തീയതി 2024 ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അല്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അങ്ങോട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് മറുപടി കഴുത്തിന് കുത്തിപ്പിടിച്ച് മേടിച്ചതല്ല. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അയക്കുന്നത്. അതിന് മറുപടി 10-ാം തീയതി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാക്കി കൊടുത്തത് കേന്ദ്ര താല്പര്യമായിരിക്കും. അവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഓഗസ്റ്റ് 2-ാം തീയതി കത്ത് കൊടുക്കുന്ന സമയത്ത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയാത്തതൊന്നുമല്ല. അല്ലെങ്കിൽ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തൊട്ട് പിറ്റേന്ന് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ? ഇനി പാലക്കാട്ട് BJP ജയിക്കരുതെന്നൊരു ആവശ്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ടോ? ഒട്ടുമല്ല. അത് വയനാട് ഇലക്ഷൻ കഴിയുന്ന വരെ അത് ഹോൾഡ് ചെയ്ത് വെച്ചതായിരിക്കും. അത് അവർക്കും ഉണ്ടല്ലോ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സംഭവം. ഇവിടെ പറയുമ്പോ ഇനി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചുകൂടി വസ്തുതകൾ പറയാം. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം വഹിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരാണ്, കേരള സർക്കാർ അല്ല വഹിച്ചിട്ടുള്ളത്. NDRFന്റെ 4 കോളം ടീം വയനാട്ടിലുണ്ടായിരുന്നു, കോസ്റ്റ് ഗാർഡിന്റെ 3 കോളം ടീം അവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യൻ ആർമിയുടെ 14 കോളം വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിലുണ്ടായിരുന്നു, നേവിയുടെ 2 ഹെലികോപ്റ്റർ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ 4 ഹെലികോപ്റ്റർ, NDRFന്റെ റെസ്ക്യൂ ടീം മുഴുവൻ 30 ആൾക്കാരെ റെസ്ക്യൂ ചെയ്തത് NDRF ടീമാണ്. 112 ആൾക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് SDRF ടീം. 520 ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്തതും രക്ഷിക്കുന്നതും, ലൈഫ് സ്റ്റോക്ക് മേഖലയിൽ 11ഓളം ലൈഫ് സ്റ്റോക്ക് മേഖലയിൽ സംരക്ഷണം നടത്തുന്നത് ഇതൊക്കെ NDRF ടീമാണ്. എന്തിനാണ് പറയുന്നത്? 190 മീറ്റർ നീളത്തിലുള്ള ബെയിലി പാലം അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. SDRF എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ ഫണ്ട് അല്ല, അത് റിലീഫ് ഫണ്ടാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതികരണം നടത്താനുള്ള ഫണ്ടാണ്. ഏതെങ്കിലും സമയത്ത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ ഫണ്ട് തരുന്നത്. ഈ സംസ്ഥാനത്തിന്റെ SDRFൽ ഇപ്പോൾ കിടക്കുന്ന 720 കോടി രൂപ ഇത്തരത്തിലുള്ള ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ്. അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലെ എടുത്ത് ഉപയോഗിക്കാണ്ട് 2000 കോടി രൂപയുടെ ഒരു പദ്ധതി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് എന്തെങ്കിലും വരുമ്പോഴേ ഞങ്ങൾ ദുരിതാശ്വാസം നമ്മൾ തമ്മിൽ വഴക്കിട്ട് പോയിട്ട് കാര്യമല്ലോ. അപ്പോ അതിലെനിക്ക് അങ്ങോട്ട് ചോദ്യമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. ഇത് നോക്കൂ, ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട്
നടക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ പോലും ഇല്ലാത്ത ഈ ദേശീയ ദുരിതം എന്ന പ്രഖ്യാപനം അത് ഉന്നയിച്ചൊരു വൈകാരികമായ പ്രതികരണം ഉണ്ടാക്കിയെടുക്കുകയാണ് സംസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന് BJP ആരോപണമുണ്ടെങ്കിൽ സ്വാഭാവികമായത് സംസ്ഥാനത്തിന്റെ സർക്കാരിനെ പ്രതികരിച്ച് ഇവിടെ വന്നിരിക്കുന്ന പ്രതിനിധിയോട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചോദിക്കുകയും ചെയ്യും എന്നുള്ളത് അങ്ങേക്ക് ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തം നമുക്ക് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോയത്. ശ്രീ എ എം ആരിഫ്, ഈ വിവരം ദാ നോക്കൂ, പുതിയ കാര്യമല്ല എന്നാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറയുന്നത്. അത് ആഭ്യന്തര സഹമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിപ്പോൾ ഒരു വൈകാരിക പ്രകടനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കത്തയച്ച് മറുപടി വീണ്ടും എടുത്ത് അത് സംസ്ഥാനത്തിന്റെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് എടുത്തിട്ട് അവിടെ വലിയ ചർച്ചയാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതാണോ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം? ആവശ്യമുള്ളത്ര പണം SDRF-ൽ വെച്ചിട്ട് CMDRF-ലേക്ക് വയനാട്ടിലെ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തിയ കോടികൾ കണ്ടില്ല എന്ന് നടിച്ച് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുകയാണോ കേരളം? അല്ല, ആദ്യം ഇത് 10-ാം തീയതി പുറത്തു വന്ന കത്താണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശ്രീമതി മാധു സജി, കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കൃത്യമായി കേൾക്കാം, പറയൂ. ഇത് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി ശ്രീ നിത്യാനന്ദ റായിയുടെ കത്ത് നവംബർ 10-ന് വന്നതാണ്. നവംബർ 10-ന് പുറത്തു വന്ന ഈ കത്ത് 11-നും 12-നും ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അത് വയനാട് ഇലക്ഷനെയും അതുപോലെ തന്നെ ചേലക്കരയെയും കൂടി അത് നല്ല നിലയിൽ ബാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ആ 11-നും 12-നും 13-നും രാവിലെയും ചർച്ച ചെയ്യാതിരുന്നത് ആരെ സഹായിക്കാനാണ് എന്നുള്ള സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്നെ ബലപ്പെടുത്തുന്ന സംശയം അവിടെയാണ്. ഞാൻ ഗൂഢാലോചന എന്നൊന്നും പറയുന്നില്ല. ഇവിടെ ഗൂഢാലോചന അദ്ദേഹം ആരോപിക്കുകയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി തരണം എന്ന് അദ്ദേഹത്തെ കണ്ട് കേരളത്തിലെ BJP-ക്കെതിരായി ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞ് ഞങ്ങളാരേണ്ട ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം തന്ന ഗൂഢാലോചനയിൽ അദ്ദേഹം കൂടെ പങ്കാളിയായോ? ശ്രീ നിത്യാനന്ദ റായി കൂടെ ഗൂഢാലോചന പങ്കാളിയായോ? BJP സാമാന്യ ബുദ്ധി എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ വയനാടായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. അപ്പോൾ വയനാട് ഇലക്ഷന് മുമ്പായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗൗരവമായ വിഷയം വൈകിയാണെങ്കിലും ചർച്ച ചെയ്തെടുത്തതിൽ ആദ്യം ഞാൻ ഈ മാതൃഭൂമി ചാനലിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെ അഭിനന്ദിക്കാൻ. വൈകിപ്പോയി, പക്ഷേ യഥാർത്ഥത്തിൽ 11-ഓ 12-ഓ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. അല്ലെ, അതിലൊരു പ്രശ്നമുണ്ട്. ശ്രീ എ എം ആരിഫ്, അതായത് 10-ാം തീയതി കത്ത് വന്നു. കത്തിൽ 10-ാം തീയതി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഈ ഇമെയിൽ വന്നത് ഇന്നലെയാണ് എന്നാണ് KV തോമസ് സ്ഥിരീകരിക്കുന്നത്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇലക്ഷൻ കഴിയാൻ വേണ്ടി വെച്ചതാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. 10-ാം തീയതി എത്തിയിട്ടില്ല. ഇതിന്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്നലെ മാത്രമാണ്. എത്തിയിട്ടില്ലെങ്കിൽ ഓക്കെ. എത്തിയില്ലെങ്കിൽ പോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സോമോട്ടോ എടുത്ത കേസിൻ്റെ പുറത്തും അതുപോലെ തന്നെ വയനാടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള യാതൊരു നടപടിയും BJP സ്വീകരിക്കുന്നില്ല എന്ന വിഷയം തെരഞ്ഞെടുപ്പിൽ ഗൗരവമേറിയ ചർച്ചയ്ക്ക് വിധേയമാകേണ്ടത് തന്നെയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് ശബരിനാഥ് ഇവിടെ ഇരിക്കുന്നു. ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരായ ഏറ്റവും ദേശീയ നേതാക്കന്മാരാണ് അവിടെ MP ആയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മത്സരിക്കുന്നതും ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. ഈ വയനാട്ടിലെ ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജനപ്രതികളാണ്. യഥാർത്ഥത്തിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്ത ഒരു ഇടതുപക്ഷ മെമ്പർമാരായിരുന്നുവെങ്കിൽ ഇവിടെ ഈ ദുരന്തത്തിനിടയായി തീർന്ന ജനങ്ങളെ സഹായിക്കാനുള്ള പണം സമാഹരിക്കുന്നതിനും ചോദിക്കുന്നതിനും വാങ്ങിക്കുന്നതിനും വേണ്ടി ഒരു മണിക്കൂറെങ്കിലും ഇവർ ഡൽഹിയിൽ ഉപവസിച്ചോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാണ്. ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഗൗരവമേറിയ ചർച്ച നടക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇത് ഗൗരവമേറിയ ചർച്ചയായി സുവമോട്ടോ ഹൈക്കോടതി തന്നെ കേസെടുത്ത് അതിന്മേൽ കേന്ദ്രത്തോട് വിശദീകരണങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു ഗൗരവമേറിയ പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വയനാടിനെ സഹായിക്കാത്ത കേന്ദ്ര നടപടി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കാത്തതിലുള്ള വിമർശനമാണ് ഞാൻ ഈ ഡേറ്റിൻ്റെ വിഷയം ഒഴിച്ചാൽ ഞാൻ പങ്കുവച്ചത്. തീർച്ചയായും ഇപ്പോഴെങ്കിലും വൈകി, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ അഭിനന്ദിച്ചതും അവിടെയാണ്. വൈകിയ വേളയിലെങ്കിലും ചർച്ചയ്ക്കെടുത്തതിൽ അഭിനന്ദിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് BJP റെപ്രസെൻ്റ് ചെയ്ത് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞത് ഇത് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ പ്രൊവിഷൻ ഇല്ല എന്ന വാദം വേണമെങ്കിൽ താത്വികമായി അംഗീകരിക്കാമെന്ന് വെച്ചു. അതിലെ അദ്ദേഹം പറയുന്നത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നമ്മൾ അംഗീകരിക്കുന്നു അത് നിയമത്തിൻ്റെ വെച്ച്. പക്ഷേ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ഉണ്ട്, അത് പ്രഖ്യാപിക്കാം. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനനുസരിച്ചാണ് അഡീഷണൽ ആയിട്ടുള്ള സഹായങ്ങൾ വരുന്നത്.
അങ്ങനെയുള്ള നമ്മളിപ്പം വളരെ 10, 20, 30 പേര് മരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ 2000 കോടി, മറ്റു പല ഒരു മിനിറ്റ് ശ്രീ എ മാരിഫ്, അതിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ശരിയാണ്, ഇപ്പൊ രാത്രിക്ക് രാമാനം ഈ പറയുന്ന ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എന്നൊരു വിമർശനമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്നിപ്പോ സർക്കാർ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കോടതി അത് അങ്ങനെ എടുക്കുന്നുണ്ടോ? ഇതിപ്പോ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരൊറ്റ ആവശ്യത്തിന്മേലുള്ള നിലപാട് മാത്രമല്ലേ, മറ്റു കാര്യങ്ങളിൽ 2 ആഴ്ചക്കുള്ളിൽ നിലപാട് അറിയിക്കാം. അതായത് ഒരു താമസമല്ലേ അവിടെ ഉണ്ടാകുന്നത്? അങ്ങനെ കൊണ്ടുപോകരുത്. അങ്ങനെ ദേശീയ ദുരന്തം എന്നതിന് സമാനമായ ഒരു വേർഡാണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. അതിന് ദേശീയ ദുരന്തം അല്ലെങ്കിൽ പോലും ആ ആംഗിളിൽ ആ വ്യൂവിൽ വരുന്ന ഒരു പ്രയോഗമാണ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. ആ നിലയിലേക്ക് കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം സഹായം വരും? സ്വാഭാവികമായും അതിന് ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ സഹായങ്ങളെല്ലാം വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13. അങ്ങനെ വന്നാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്തബാധിതരുടെ എല്ലാ ലോണുകളും എഴുതിത്തള്ളാം. ആ നിയമത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേപ്പാടി, ചുരൽമല തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ അടിയന്തര സഹായം അനുവദിക്കാൻ പറ്റും. പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിക്കാൻ പറ്റും. ഇതൊന്നും തന്നെ ഉള്ള കാര്യങ്ങൾ പറയുന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വാക്കിനെ ചൊല്ലിയുള്ള തർക്കമല്ല വേണ്ടത്, മറിച്ച് ദേശീയ ദുരന്തം പിന്നെ ദേശീയ ദുരന്തം എന്ന നിലയിലേക്ക് മാത്രം ഒരു വേർഡിനെ ചൊല്ലിയുള്ള തർക്കത്തിലേക്ക് പോകാതെ ഇത്രയും 400 ആളുകൾ മരിക്കുകയും 100-ലധികം ആളുകളെ കാണാതാകുകയും ചെയ്ത 500-ഓളം പേരുടെ ജീവൻ അപഹരിക്കുകയും ഒരു നാടാകെ ഒലിച്ചു പോവുകയും ചെയ്ത ഒരു സംഭവത്തിൽ കേന്ദ്രം ഇതുവരെ സഹായിക്കാത്തതിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിനോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ യാതൊരുവിധ അത് പറയുന്നത് വെച്ചാൽ നമുക്ക് നിയമപ്രകാരം ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന SDRF NDRF വെച്ചിട്ടുള്ള തുക വെച്ചിട്ടുള്ള ആ തുകയിൽ നിന്നെടുത്തുള്ള ചെലവുകൾക്കേ അവിടെ ആവശ്യമുള്ളൂ, കൂടുതൽ തുകയുടെ ഒന്നും ആവശ്യമില്ല എന്ന നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ദുരന്തത്തിൽ നിന്ന് ചോര കുടിക്കരുത്, കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിൽ നിന്ന് ചോര കുടിക്കരുത് എന്നാണ് എനിക്ക് BJPയുടെ പ്രതിയോട് പറയാനുള്ളത്. നിങ്ങൾ അവരുടെ മറുപടി പറയുകയുമാകാം. ഞാൻ ശ്രീ ശബരിനാഥനിലേക്ക് പോട്ടെ. ശ്രീ ശബരിനാഥൻ, ഇപ്പൊ ഈ ദേശീയ ദുരന്തം എന്ന വാക്കുകളിലൊക്കെ കുടുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്ന് ശ്രീ എ മാരിഫ് പറഞ്ഞു വരികയായിരുന്നു. അവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചൊരു വാക്കെന്ന് പറയുന്നത് സ്പെഷ്യൽ എയ്ഡ് എന്നുള്ളതാണ്, സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു, അത് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല. ഈ SDRFിലുള്ള തുക എന്ന് പറയുന്നത് ഒരൊറ്റ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അതിന് നിയമങ്ങൾ വ്യത്യസ്തമാണ്. മറ്റൊന്നുള്ളത് CMDRF ആണ്. CMDRFിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ മാത്രം അവിടെ സമാഹരിക്കപ്പെട്ടിട്ടുള്ള കോടികൾ വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഈ വാക്കുകളിൽ കുടുങ്ങി നിൽക്കുന്നതിനപ്പുറത്ത് ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ് എന്ന ഒരു പരിഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു ചോദ്യം. രണ്ടാമത്തേത്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ സംസാരിക്കുമ്പോഴും പറയുന്നത് ഓഖി ഉണ്ടായപ്പോൾ, കോവിഡ് ഉണ്ടായപ്പോൾ, അങ്ങനെ പല മഹാമാരികൾ ഉണ്ടായ സമയത്ത് കേന്ദ്ര സഹായം ഉണ്ടായില്ല, അന്ന് അതിനു വേണ്ടി ശബ്ദിക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, നാട് എങ്ങനെയും ആയിക്കോട്ടെ എന്ന നിലപാട് കോൺഗ്രസ് പുലർത്തി എന്നുള്ളതാണ്. ഇതിപ്പോൾ നവംബർ 19-ന് LDFിന്റെയും UDFിന്റെയും പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഒരുമിച്ച് നിൽക്കുമോ ഈ മുന്നണികൾ? മാധു, ആദ്യമേ തന്നെ വയനാട് ചൂഴൽമലയിലും മുണ്ടക്കയിലും ഏകദേശം അവസാന കണക്കുകൾ പ്രകാരം 251 മരണങ്ങൾ, 47ഓളം ആളുകൾ കാണാതായിരിക്കുന്നു. സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം 1200 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സർക്കാരിൻ്റെ അതേ കണക്കുകൾ പ്രകാരം ഏകദേശം 2200 കോടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിഭാവന ചെയ്യുന്ന രീതിയിൽ ആളുകളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ പുതിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നിട്ട് കഴിഞ്ഞ ഏകദേശം 4 മാസം 100 ദിവസം കഴിഞ്ഞിട്ടും ഇന്ന് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം വളരെയധികം നിരാശാജനകമാണ്. കണ്ണിൽ ചോരയില്ലാത്തൊരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെടുത്തിരിക്കുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ നൽകാനുണ്ട്. ആദ്യമേ തന്നെ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം, എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ ദുരിതങ്ങളെയും ഈ L1, L2, L3 ആയിട്ടാണ് കാണുന്നത്. L1 ദുരിതങ്ങളെന്ന് വെച്ചാൽ ഒരു ജില്ലയിൽ അകത്ത് നിന്നുകൊണ്ട്
നിന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ദുരിതമാണ്. അങ്ങനെ ഒരു ദുരിതമല്ല നമുക്ക് വയനാടുള്ളത്. L2 എന്ന് വെച്ചാൽ ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്തെ വീണ്ടെടുക്കാൻ കഴിയുന്നതിനെയാണ് ബ്രോഡായിട്ട് L2 എന്ന് പറയുന്നത്. ഇത് വളരെ ക്ലിയർ അല്ലേ? ഒരു പ്രദേശം തന്നെ മാഞ്ഞുപോയി ആളുകൾ മരണപ്പെട്ട് ജീവിതം സ്തംഭിച്ച് നിൽക്കുന്ന ഇത്രയും കോടി രൂപയുടെ നാശനഷ്ടവും മരണങ്ങളും ഉണ്ടായതിനെ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും മറ്റ് ഏജൻസികളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഒരു L3 ദുരന്തം എന്ന രീതിയിൽ ഇതിനെ കേന്ദ്ര സർക്കാർ കണക്കിലാക്കിയാൽ മാത്രമേ പല സഹായങ്ങൾ കിട്ടത്തുള്ളൂ. കാരണം L3 ദുരന്തമാണെങ്കിൽ നേരത്തെ ശ്രീ ആരിഫ് പറഞ്ഞതുപോലെ സെക്ഷൻ 13 പ്രകാരം ആ ദുരന്തത്തിൽ ഭാഗമായിരുന്ന ആളുകളുടെയൊക്കെ കടങ്ങളടക്കമുള്ളത് എഴുതി തരണമെങ്കിൽ L3 ദുരന്തമായി പ്രഖ്യാപിക്കണം. ഒന്ന്, L3 ദുരന്തമാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ NDRFൽ നിന്നുള്ള പണം നമുക്ക് കൂടുതൽ ലഭിക്കും. L3 ദുരന്തമാണെങ്കിൽ ഇതേ NDRFിനകത്തുള്ള പുതിയൊരു റീഹാബിലിറ്റേഷൻ വിൻഡോ അനുസരിച്ച് കൂടുതൽ പണം പുനർനിർമ്മാണത്തിന് വേണ്ടി അഡീഷണലായി നമുക്ക് കിട്ടും. അപ്പോൾ L3 ദുരന്തമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം കിട്ടുമെന്നുള്ളതാണ്. ആ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്ന് പണം കിട്ടിയാൽ മാത്രമേ കേരളത്തിന് കരകയറി മുന്നോട്ട് വരാൻ വരികയുള്ളൂ. വയനാടുള്ള ഇത്രയും ആളുകളുടെ ജീവിതം മാറ്റാൻ കഴിയുകയുള്ളൂ. അതിന് കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സിവിയർ ക്രൈസിസായി ഒരു L3 തരത്തിലുള്ള ദുരന്തമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർ പറഞ്ഞതാണ് SDRF ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ശങ്കുട്ടി ദാസ് പറഞ്ഞപ്പോൾ എന്തോ കേന്ദ്രം വലിയ കഴിവ് കാണിക്കുന്നതുമാണ്. മിലിറ്ററി വന്നതും പട്ടാളം വന്നതും ബെയിലി പാലം കിട്ടിയതും പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ വന്നതും ഒക്കെ അവരൊരു ഔദാര്യമായിട്ടാണ്. ഔദാര്യമല്ല. കേരളത്തിലെ ആളുകളുടെ വോട്ടും കേരളത്തെയും കൂടി പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്നത്. ആ ഭരണമായി കേരളത്തിലെ ആളുകളടക്കം കൊടുക്കുന്ന ടാക്സ് റവന്യൂ GST കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടാക്സ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്നുള്ള അർഹമായിട്ടുള്ള ഒരു സെക്ഷനാണ് കേരളത്തിന് ഈ പറഞ്ഞ SDRFിൽ കിട്ടുന്നത്. SDRFിൻ്റെ 75% കേന്ദ്രവും 25% കേരളം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പണം ഇത് വയനാട് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ 400 കോടി രൂപ എല്ലാ വർഷവും 2 ഗഡുവായി കേരളത്തിൽ നൽകും. അതും ഫിനാൻസ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന പണമാണ്. അപ്പോൾ ഈ 400 കോടി രൂപ കേരളത്തിൽ തികയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുമല്ല SDRFിൻ്റെ ഗൈഡ് ലൈൻസ് വളരെ ക്ലിയറാണ്. കാരണം ഈ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളായതുകൊണ്ട് അതിൻ്റെ ഗൈഡ് ലൈൻസ് കേരളത്തെ പോലെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ജനസാന്ദ്രതയുള്ള ഇപ്പോൾ കേരളത്തിൽ ഒരു വീട് വെക്കണമെങ്കിൽ എത്ര രൂപ മാധു അറിയാമല്ലോ. ആ കേരളത്തിലുള്ള വീട് വെക്കുന്നതിൻ്റെ ഒരു 4/1 ഒരു ശതമാനക്കണക്ക് പോലും ഈ SDRFിൽ വീട് വെക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു റോഡിന് വേണ്ടി പറയുന്ന 75,000 രൂപയാണ്. അപ്പോൾ മറ്റ് വിശാലമായ സ്ഥലമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയൊക്കെ കണക്കുകൾ വെച്ചുണ്ടാക്കുന്ന SDRF ഒരിക്കലും കേരളത്തിന് പാകമല്ല. അതിനേക്കാൾ ഉപരി ഈ പറഞ്ഞ NDRFിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇതിന് മുമ്പ് കൊടുത്തതുപോലെ തന്നെ ഒരു 10,000-1,500 കോടി രൂപ കൊടുക്കണമെന്നുള്ള ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ് കേന്ദ്രം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇതേപോലെ കർണാടകവും തമിഴ്നാടും ഇത് ചെയ്തു. അവിടെ സൈക്ലോൺ ഉണ്ടായപ്പോൾ, അവിടെ മഴവെള്ളക്കെടുതി ഉണ്ടായപ്പോൾ ഇതേപോലെ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. അവസാനം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കർണാടകവും തമിഴ്നാടും പോയി കാര്യങ്ങൾ വഴിതെറ്റുമെന്ന് മനസ്സിലായപ്പോൾ സ്വമേധയ അവസാനം 500 കോടി രൂപ വെച്ചെന്തോ ആദ്യ ഗഡുവായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് കേന്ദ്ര സർക്കാർ. ഇവർ ഒരു പോയിന്റ് ഞാൻ പറയാം. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇലക്ഷൻ ഡബിൾ എഞ്ചിൻ സർക്കാർ, നമ്മൾ ഇരട്ട പ്രൊപ്പല്ലറുള്ള സർക്കാരാണെന്ന് പറയും. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് വെച്ചാൽ BJPക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിലും ഗുണം കിട്ടും, സംസ്ഥാനത്തും ഗുണം കിട്ടും. അതിന് മറുവാദമുണ്ട്. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ BJPക്ക് ഒരിക്കലും ഭരണത്തിൽ വരാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സഹായം കൂടി ചെയ്യത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണുന്നത്. ഇത് ന്യായമായിട്ടുള്ള എനിക്ക് ഒരു ഇടവേളയ്ക്ക് പോകണം. അതിനു മുൻപ് ജിതികയിലേക്ക് പോകേണ്ടതുണ്ട്. ജിതിക പ്രേം വയനാട് സ്വദേശിയാണ്. ദുരിതബാധിതയാണ്. ആ ജനതയുടെ മുഴുവൻ കണ്ണുനീരും ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ജിതിക, 3 പേരിലേക്കും പോയതിനു ശേഷം അങ്ങയിലേക്ക് വരാം എന്ന് വിചാരിച്ചത് ഈ കാഴ്ചപ്പാടുകൾ കേൾക്കട്ടെ എന്ന് കരുതിയാണ്. ഇന്നുണ്ടായ ഈ വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വയനാട് എങ്ങനെയാണ് കാണുന്നത്? വയനാട്ടുകാർ ചുരൽമല, മുണ്ടക്കായ് 3 ഗ്രാമമാണ് ഇല്ലാതായിട്ടുള്ളത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് ഒരു പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഇരുന്നത്. അവിടെ എല്ലാവരും ഇത്രയും ഗവൺമെൻറ് ഈ ദുരന്തം സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ സേഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സഹായങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ നടന്നു പോവുകയുള്ളൂ.
അപ്പോൾ അതിലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് നമ്മൾ നാട്ടുകാരെല്ലാവരും ഇരുന്നത്. ഈ ഒരു വാർത്ത കേട്ടതോടെ എല്ലാവരും പ്രതീക്ഷ ഇനിയും ഞങ്ങളെ ഒരു ദുരന്തത്തിൽ കൊണ്ടേ ആക്കരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ കളി മാറ്റിവെച്ച് ഞങ്ങളെ ഒരു മനുഷ്യൻ എന്ന ഒരു രീതിയിൽ ഞങ്ങളെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. മനുഷ്യൻ ജീവൻ ഉണ്ടാകുന്നത്, നമുക്ക് മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകുന്ന ആയുസ് തന്നെ ഏകദേശം കുറച്ചേ ഉള്ളൂ. ഈ ആയുസ്സുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്യാൻ ഈ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചൂടെ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ നാട്ടുകാരാണെങ്കിൽ അവിടെ തൊഴിലെടുത്ത് ജീവിച്ച ആൾക്കാർ, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത ആൾക്കാർ, വീടുകളൊക്കെ അവർ സമ്പാദിച്ചിട്ട് അവർ നയിച്ചുണ്ടാക്കിയ സാധനങ്ങൾ അതൊക്കെ എൻ്റെ നാട്ടുകാരെന്ന് പറയുന്നവർ അവർ നയിച്ചുണ്ടാക്കിയ വീടുകളും സ്ഥാപനങ്ങളും നമ്മളെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടെ. അതായത് 3 ഗ്രാമമാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. 3 ഗ്രാമത്തിന് പുറമെ വയനാട് എന്ന ഒരു സ്ഥലം തന്നെ ഇപ്പോൾ ഒരു ശൂന്യമായി പോയിരിക്കുകയാണ്. ഈ ഒരു 3 ഗ്രാമം പോയതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള സ്ഥലങ്ങൾ, അതായത് വയനാട്ടിലെ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ വയനാട്ടുകാർ മൊത്തത്തിലാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് ഈ നിമിഷം ഞാനിവിടെ പറയുകയാണ്. ശരി, സാധാരണഗതിയിൽ നിയമങ്ങളെപ്പറ്റി എപ്പോഴും പറയാറുള്ളൊരു കാര്യം, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മനുഷ്യന്റെ നല്ല ജീവിതത്തിന് വേണ്ടി, അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അവന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ അതിന് വിഘാതമായി നിൽക്കുന്നുണ്ടെങ്കിൽ മാനുഷികമായ പരിഗണനയിലൂടെ ആ നിയമങ്ങളാണ് മാറ്റേണ്ടത്, മനുഷ്യരോടുള്ള സമീപനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വയനാടിന്റെ ദുരിതം, അവരുടെ കണ്ണുനീരൊപ്പാൻ എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. ശ്രീ ശങ്കുട്ടിദാസ്, ഇനിയിപ്പോൾ മന്ത്രി എം പി രാജേഷ് പറയുന്നത് കേരളം ഇത് പൊറുക്കില്ല, നിർണായക ഘട്ടങ്ങളിൽ പിന്നിൽ നിന്ന് കുത്തുന്ന രീതി കേന്ദ്രത്തിന് അങ്ങനെ തന്നെയായി മാറിയിട്ടുണ്ട്. പാലക്കാട്ടെ ജനങ്ങളാണ് ഇതിന് തിരിച്ചടി നൽകാൻ ഉള്ള അവസരമുണ്ടായവർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകും എന്നുള്ള ആരോപണത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഞാനിപ്പോൾ ആരോപണത്തെയൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ കാണുന്നത് ഈ ചർച്ചയിലിരിക്കുന്ന ലതിക എന്ന് പറയുന്ന ആ ചേച്ചിയുടെ സങ്കടമാണ്. നോക്കൂ ചേച്ചി, എനിക്ക് വയനാടിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി വലിയ വിഷമമുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് നഷ്ടം സഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ഏട്ടൻ വയനാട്ടിൽ ബിസിനസ് നടത്തുന്ന ഒരാളായിരുന്നു. ഈ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ആ ബിസിനസ് മുഴുവൻ നഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് അവിടെ ആ സ്ഥാപനം തുറക്കാൻ പോലും കഴിയാതെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ പോലും സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് ഞാൻ. വയനാടിൻ്റെ ദുരന്തം നമ്മളെയൊന്നും ബാധിക്കാത്തൊരു പ്രശ്നമാണെന്നും അത് നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ ദുഃഖമാണെന്നും ദയവായിട്ട് ചേച്ചി വിചാരിക്കരുത്. നിങ്ങളുടെ ദുഃഖം അതേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞങ്ങൾ. ഇവിടെ ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെന്ന് പറയിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തോടാണ് ശരിക്കും എൻ്റെ കലഹം. കാരണം ഇവരെല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല. അത് നിയമത്തിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാത്തൊരു കാര്യം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി നിങ്ങളെപ്പോലുള്ള ആളുകളോട് കേന്ദ്രം എന്തോ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ദുരന്തം തുടരുന്നത് എന്ന് വരുത്തി തീർക്കാനും സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കാനുമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ഗൂഢാലോചനയാണ് ചേച്ചി ഈ ഒരു ചർച്ചയിൽ ഇങ്ങനെ എത്തിച്ചത്. എനിക്ക് ആ കാര്യത്തിൽ വലിയ വിഷമമുണ്ട്. എനിക്ക് ചേച്ചിയോട് തർക്കിക്കാനോ അതിൻ്റെ മറ്റു വശങ്ങളെ പറ്റി വിശദീകരിക്കാനോ സാധിക്കില്ല. ഇത് ഇങ്ങനെയല്ല ഈ ഫോർമാറ്റ് പോകേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നോക്കൂ, കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു സഹായം ചെയ്യില്ല. ആരാണത് ഇടപെടുന്നത്? ഹലോ, ഞാനൊരു ഒരൊറ്റ ചോദ്യം, സെക്കൻഡിലേക്കുള്ള ചോദ്യം ഉണ്ടായിട്ട്, അതെ, ഒറ്റ ചോദ്യം. ശ്രീ ആരിഫ്, നിങ്ങളോട് ഞാൻ വേറെ സംസാരിക്കാം. ഞാൻ എൻ്റെ നിങ്ങളോട് ഞാൻ വേറെ സംസാരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരാക്ഷേപം ശ്രീമാൻ ആരിഫ്, നിങ്ങളുടെ താല്പര്യവും പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ശ്രീ എം പി രാജേഷ് പോലും ഇന്ന് പറഞ്ഞത് പാലക്കാട്ടെ ജനങ്ങൾ ഇതിന് മറുപടി പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വയനാട്ടിലെ പ്രശ്നമല്ല, നിങ്ങൾക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പാണ് പ്രശ്നമെന്ന് എനിക്കറിയാം. രാഷ്ട്രീയം നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഒരു ദുരന്തബാധിതയെ നമുക്കിടയിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ വേദനയും അവരുടെ കണ്ണീരും ഇവിടെ നടുവിൽ വെച്ചിട്ട് എന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടും പ്രതിരോധത്തിലാക്കിയിട്ടും അതിൻ്റെ മേലെ വൈകാരിക വിജയം നേടാനുള്ള ആ തന്ത്രം ശരിയല്ല. അതൊരു ചർച്ചയിൽ ഫെയർ ആയിട്ടുള്ള രീതിയല്ല. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. എനിക്ക് പറയാനുണ്ട് ശ്രീ ശങ്കുട്ടിദാസ്. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന മറ്റു 3 അതിഥികളും കൃത്യമായ രാഷ്ട്രീയ
സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് BJP-ക്ക് കേരളം എന്ന് പറയുന്നത് കേരളമല്ല, അല്ലെങ്കിൽ മന്ത്രിമാർ പറയുന്നത് കേരളമല്ല, BJP എന്ന് അങ്ങനെ വ്യത്യസ്തമായി കാണേണ്ടി വരുന്നത്. ഈ ചർച്ചയിൽ നിങ്ങൾ എന്ന് ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഒരു ഘട്ടത്തിൽ ശ്രീ ശങ്കുട്ടിദാസ് ഉപയോഗിച്ചു. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുന്നതിൽ BJP ഇല്ല എന്നുള്ളതാണോ? ഞാൻ ജിതിക പ്രേമിനെ വിളിച്ചത് വയനാട്ടിലെ ദുരന്ത ബാധിത എന്നുള്ളതാണ്. അവരെ കേൾക്കണ്ടേ ദിവസം? അവരെ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും അവരെ കേൾക്കണം. അവർക്ക് വേണ്ടി നിങ്ങളൊരു പ്രത്യേക പങ്ക്തി തന്നെ വെക്കണമായിരുന്നു. അതല്ലാതെ ഇതിന്റെ മുകളിൽ നിയമവും സാങ്കേതികയും പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ തർക്കത്തിനിടയിലേക്കല്ല അവരെ കൊണ്ടുവരേണ്ടിയിരുന്നത്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു എപ്പിസോഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അവർ നിങ്ങൾക്ക് അഭിമുഖം ചെയ്യാമായിരുന്നു. അവരുടെ വിഷമം, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാളെ ഒഴിച്ചു നിർത്തേണ്ടതുണ്ട് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അവർക്ക് വേണ്ടി ഒരു പ്രത്യേക എപ്പിസോഡ് എന്ന് വെച്ചാൽ വയനാട്ടിലെ ദുരന്തങ്ങളെ കുറിച്ച് എത്ര എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്ന് വയനാട്ടിലെ ആളുകളുടെ മാത്രം പ്രതികരണം അല്ല, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അജണ്ടകളൊക്കെ നന്നായി ആടിക്കോളൂ, എനിക്ക് തർക്കമൊന്നുമില്ല. ഞാൻ എന്തായാലും ഈ ഒരു സംവിധാനത്തിൽ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നതും നമ്മളെല്ലാവരുമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആവുന്നത്? എല്ലാത്തിനും എന്തിനാണ് നിങ്ങൾ 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 എന്ന് പറയുന്നത്? അല്ലേ, ഒരു ചർച്ചയുടെ ഫോർമാറ്റ് നിശ്ചയിക്കപ്പെടുന്നത്, അതിന്റെ ആദ്യത്തെ അവതരണം പറയപ്പെടുന്നത്, അതിലെ ഊഴം നിശ്ചയിക്കപ്പെടുന്നത്, ഇതൊന്നും നിഷ്കളങ്കമായി സംഭവിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കില്ല. ആ കാര്യത്തിലേക്ക് എനിക്ക് എന്റേതായിട്ടുള്ള പക്ഷങ്ങൾ സൂക്ഷിക്കാനുള്ള അധികാരമുണ്ടല്ലോ. അധികാരമുണ്ട്, പക്ഷെ അത് അധിക്ഷേപമാകരുതല്ലോ. ഒരു ചർച്ചയുടെ അവതാരികയിൽ ഞാൻ അത് വീണ്ടും വായിച്ച് അങ്ങേ കേൾപ്പിച്ചിട്ട് ചോദിച്ചു, ഇതിൽ എവിടെയാണ് ഗൂഢാലോചന? അങ്ങ് ഗൂഢാലോചന ആരോപിച്ചപ്പോൾ അങ്ങ് പിന്നീട് ആ ഗൂഢാലോചനയിൽ നിന്നില്ല എന്ന് തോന്നുന്നു. ഊഴം ദാ നോക്കൂ, അങ്ങയിൽ തുടങ്ങി ആരിഫിൽ പോയി, ശ്രീ ശബരിനാഥിൽ പോയി, ജിതികയിൽ പോയി, വീണ്ടും ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. അവിടെ എന്തെങ്കിലും അട്ടിമറി നടക്കുന്നുണ്ടോ? അങ്ങനെ അവസരം ഞാൻ കവർന്നെടുത്തോ? ആരോപണം മാത്രമാണ്. എന്റെ അവസരം കവർന്നെടുക്കുന്നില്ല. അതെ അതെ, ലതികയ്ക്ക് ഉത്തരം പറയേണ്ടത് ഈ ചർച്ചയിൽ ഞാൻ മാത്രമാവുന്നതിലുള്ള സെറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അത് എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും അവരോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ ചർച്ചയിൽ നമ്മൾ വന്ന് പെട്ടുപോയല്ലോ. അതായത് ആ ചേച്ചി എത്ര തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് വയനാട്ടിന്റെ ദുരന്തം ഇപ്പോഴും തുടരുന്നത്. കേന്ദ്രം കുറച്ച് കരുണ കാണിച്ചാലേ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്ന് കേരളത്തിലൊരു സാധാരണ മനുഷ്യരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്ന അന്തരീക്ഷം എത്ര വിഷലിപ്തമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ കേന്ദ്രമന്ത്രി അയച്ചിട്ടുള്ള കത്തിനെ ആശ്രയിച്ചോട്ടാണല്ലോ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. കേന്ദ്രമന്ത്രി അയച്ചിട്ടുള്ള കത്തിൽ പറയുന്നുണ്ടോ കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ വയനാട്ട് സഹായം ചെയ്യില്ല എന്ന്? ആ കത്തിന്റെ അവസാന ഭാഗം വായിക്കാൻ തന്നെ നിങ്ങൾ അനുവദിക്കണം. ഈ പറയുന്ന സാങ്കേതികതയൊക്കെ പറഞ്ഞു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് ഇതുവരെ SDRF-ലേക്ക് NDRF-ൽ നിന്ന് കൊടുത്തിട്ടുള്ള ഫണ്ടിന്റെ അലോക്കേഷൻസിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം അവിടെ കേന്ദ്ര സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം വിശദീകരിച്ചതിന് ശേഷം ആ കത്തിൽ പറയുന്നത്, ഫർദർ ആസ് യു മേ ഓൾസോ ബി അവെയർ ദാറ്റ് ഇൻ ദ വ്യൂ ഓഫ് ദി ഇൻസിഡന്റ് ഓഫ് ദി ലാൻഡ്സ്ലൈഡ്സ് an IMCT was constituted. അത് പറയുന്നുണ്ടല്ലോ, I would like to assure you the government of India will continue to extend all possible support to the state government in this endeavor. അതായത് ഇനിയും ഞങ്ങളാൽ സാധ്യമായിട്ടുള്ള മുഴുവൻ സഹായവും തുടരാനുള്ള പ്രക്രിയ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം? ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു IMCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഒരു ഇന്റർ മിനിസ്റ്റീരിയൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവർ ആ പ്രദേശം പോയി പഠിക്കും. ആ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷം സംസ്ഥാനങ്ങൾ PDNA എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപീകരിക്കണം. അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്, ദുരന്തത്തിന് ശേഷമുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ടുള്ള ഒരു PDNA തയ്യാറാക്കണം. ആ PDNA ഒരു ഒഫീഷ്യൽ മെമ്മറാണ്ടത്തിനൊപ്പം കേന്ദ്രത്തിൽ സമർപ്പിക്കണം. ഈ PDNA പരിശോധിച്ചതിന് ശേഷം ഹൈ ലെവൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട് ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഇതിൽ എന്താണ് അസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റുക തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ബീഹാറിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞു, നിങ്ങൾ ആന്ധ്രാപ്രദേശിന് സഹായം കൊടുത്തു എന്ന് പറഞ്ഞു. എങ്ങനെ സഹായം കൊടുത്തു? അവർക്കൊന്നും ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് SDRF-ൽ നിന്നോ NDRF-ൽ നിന്നോ പണം എടുത്ത് കൊടുത്തതല്ല, ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുത്താണ്. ബജറ്റിൽ അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോജക്റ്റ് സമർപ്പിക്കണം. ദുരിതാശ്വാസത്തിന് ഞങ്ങൾ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ബീഹാറിന് 11,000 കോടി കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോസി മേച്ച റിവർ ലിങ്കിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഭാവിയിൽ ഫ്ലഡ് നിയന്ത്രിക്കാനുള്ള ഒരു പ്രോജക്റ്റ് അവർ സമർപ്പിച്ചു. ആ പ്രോജക്റ്റിലാണ് ഫണ്ട് കൊടുക്കുന്നത്. ഉദാഹരണങ്ങളിലേക്ക് പോയതുകൊണ്ട് ഞാൻ ഇടപെട്ടോട്ടെ. ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ അങ്ങ് ജിതികയെ ചേച്ചി എന്ന് വിളിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അവരോട് കുറച്ചുകൂടി വളരെ അടുത്തുനിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാനിവിടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയിൽ നിന്ന്, ആ സർക്കാരിൻ്റെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയിൽ നിന്ന് ഇതാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനത് കേൾക്കുകയാണ്. ഞാനൊരു ഒറ്റ അക്ഷരം മിണ്ടുകയോ ഇടപെടുകയോ ചെയ്തിട്ടില്ല. അങ്ങ് പറയുന്ന അജണ്ടയൊക്കെ അങ്ങയുടെ ചിന്തയും അങ്ങയുടെ മുൻവിധിയും ഒക്കെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. പിന്നെ അവസാനത്തെ സെന്റൻസ് മാത്രമായിട്ട് വായിക്കല്ലേ ശ്രീ ശങ്കുട്ടിദാസ്. അതിനു മുൻപ് ഈ 3-ാമത്തെ പാരഗ്രാഫിൽ
ഈ SDRF-ലുള്ള മുഴുവൻ തുകയും അതിന്റെ ബാലൻസും 2 ഇൻസ്റ്റാൾമെന്റും ഒക്കെ പറയുന്നുണ്ട്. Thus, sufficient funds are available in the SDRF account of the state for the relief of operations എന്ന് പറയുന്നുണ്ട്. അവിടെ ഇപ്പൊ ആവശ്യത്തിനുള്ള പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി തരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണല്ലോ അല്ലേ? അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് റിലീഫ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? റിലീഫ് എന്ന് പറയുന്നത് ദുരിതാശ്വാസം എന്നാണ് അർത്ഥം. ദുരിതാശ്വാസം മാത്രമല്ല ഒരു പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്ത് വേണ്ടത്. അവിടെ പുനരധിവാസമുണ്ട്, പിന്നീട് പുനർനിർമ്മാണമുണ്ട്. ഈ SDRF-ൽ നിന്ന് നമുക്ക് റിലീഫ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയന്തരമായിട്ട് ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇപ്പോഴും നമ്മളത് ചെയ്തിട്ടില്ല. 782 കോടി രൂപ SDRF-ൽ വെച്ചിട്ടുള്ള സംസ്ഥാനം അവിടെ ഇപ്പോഴും ആളുകൾ വാടക വീടുകളിൽ താമസിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും താൽക്കാലികമായിട്ട് സർക്കാർ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അവർക്ക് ജോലി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് റിലീഫ്. ഈ വാർത്തകൾ മുഴുവൻ വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുകയാണ്, കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ്, ജനാധിപത്യ മര്യാദകൾക്കെതിരെയാണ്, ദുരിതബാധിതരെ ചതിക്കുന്ന നടപടിയാണ് എന്നുള്ള സകല ആരോപണങ്ങളും BJP-ക്കെതിരെ വരുമ്പോൾ BJP ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ്: SDRF-ൽ നിന്ന് ഫണ്ട് നിങ്ങൾ ചെലവാക്കിയോ, CMDRF-ൽ നിന്നുള്ള ഫണ്ട് നിങ്ങൾ ചെലവാക്കിയോ എന്ന ചോദ്യമാണ് തുടർച്ചയായി ഉന്നയിക്കുന്നത്. അതായത് സംസ്ഥാനം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട്, ഈ കണ്ട പണം കയ്യിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു ചില്ലിക്കാശെടുത്ത് ചെലവാക്കാതെ ഇരുന്നിട്ട് ആണോ കേന്ദ്രത്തെ കുറ്റം പറയുന്നത് എന്നുള്ളത്? ഞാനതിന് പറയാൻ എനിക്ക് പരമാവധി സമയം അനുവദിക്കണം. തീർച്ചയായും. അതായത് എന്തെല്ലാമാണ് SDRF-ൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് തമ്മിലുള്ള സമയം പോരാതെ വരും. അതാണ് പറയാനുള്ളത്. അതായത് ഇന്ന് ഇതിനോടകം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെല്ലാം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോഴേ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാനത് മുഴുവൻ പറയാൻ നിന്നാൽ പിന്നെ ഓരോന്നോരോന്ന് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾക്കായി 17 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ക്യാമ്പിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും സാധന സാമഗ്രികൾ സജ്ജീകരിക്കുകയും ചെയ്തു. 102 ഹരിതസേനാംഗങ്ങളും 700 സന്നദ്ധ സേനാംഗങ്ങളും പ്രവർത്തനം സഹിച്ചു. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ എല്ലാ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് കൈമാറുകയും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങളും പ്രത്യേക സംഘം ഏറ്റെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മരണ രജിസ്ട്രേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും ദുരന്തബാധിതർക്ക് നഷ്ടപ്പെട്ട രേഖകൾ, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിച്ചു. ദുരന്തബാധിതരായ 294 കുടുംബങ്ങളെയും വിവിധ തദ്ദേശ സ്വയംഭരണ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കാൻ അനുയോജ്യമായ കെട്ടിടങ്ങൾ കണ്ടെത്തുകയും മുഴുവൻ കുടുംബങ്ങളെയും 28 ദിവസത്തിനകം പുനരധിവസിപ്പിക്കുകയും ചെയ്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പുനരധിവസിപ്പിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റു മുടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. വീടുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വിതരണം ചെയ്തു. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ സർക്കാർ LP സ്കൂളിലും വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മേപ്പാടിയിൽ താൽക്കാലികമായി തുറന്നു. ദുരന്ത മേഖലയിലെ 607 വിദ്യാർത്ഥികളുടെ പഠനം പുനരാരംഭിക്കുകയും സൗജന്യ യാത്രാ സൗകര്യവും പഠന സാമഗ്രിയും ലഭ്യതയും ഉറപ്പുവരുത്തി. 50 ദിവസം തേയിലത്തോട്ടങ്ങളിൽ ധനസഹായ വിതരണം. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഇതുകൂടെ പറഞ്ഞു. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്കായി 131 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം നൽകി. SDRF-ൽ നിന്ന് 4 ലക്ഷവും CMDRF-ൽ നിന്ന് 2 ലക്ഷവും വീതമാണ് നൽകിയത്. ഈ ഇനത്തിൽ SDRF-ൽ നിന്ന് 5,24 ലക്ഷത്തിൽ രൂപയും CMDRF-ൽ നിന്ന് 2,62 ലക്ഷം നൽകി. 173 പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബങ്ങൾക്ക് 10,000 രൂപ നൽകി. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിൽ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണോ കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഒരു ഒറ്റ അതാണ് ഞാൻ പറഞ്ഞിരട്ടെ. ഇതൊക്കെ എന്നോട് ചോദിക്കാതെ അവിടെ ആ മുൻവശത്തിരിക്കുന്ന നമ്മുടെ സൈറ്റിലൊന്ന് കുത്തി നോക്കിയാൽ കിട്ടത്തില്ലേ? അപ്പോൾ എന്ത് ചെയ്തു SDRF-ൽ നിന്നുള്ള പൈസ? ഇതൊക്കെ കാണാ പൈസ ചെലവഴിച്ച് കിട്ടുന്നത് അപ്പം വരവും ചെലവും കാണിച്ചുകൊണ്ടുള്ള സൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊന്നും കാണുന്നില്ലേ? എന്നിട്ടാണോ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്? ചെയ്യാവുന്നതിൻ്റെ പരമാവധി. ഇപ്പോഴും മുഖ്യമന്ത്രി എന്താ ഇന്ന് ആലപ്പുഴ പ്രസംഗം, ഞാൻ ആ പ്രസംഗം കേട്ടിട്ട് വരിക. നിങ്ങള് നേരത്തെ പ്രളയമുണ്ടായപ്പോൾ സഹായിച്ചില്ല, ഓക്കി ഉണ്ടായപ്പോൾ സഹായിച്ചില്ല, രാജ്യത്തെ കാണുന്ന പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞ വാചകമാണ്, നിങ്ങൾ അണാ പൈസ തന്നില്ലേലും തരാൻ പോകുന്നവരെ കൊണ്ട് തരിക്കാതിരിക്കാനും മേടിക്കാതിരിക്കാനുമാണ് നിങ്ങൾ പ്രളയത്തിൽ, നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തിൽ പോലും നിങ്ങൾ ചെയ്ത ദുരന്തം അതായിരുന്നു, നിങ്ങൾ ദ്രോഹം അതായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പുനരുദ്ധരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിനെപ്പോലെ തന്നെ വയനാട് നിങ്ങൾ തന്നില്ലെങ്കിലും ചെയ്യുമെന്ന് അടിവരയിട്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെല്ലാം കേട്ട് കാണല്ലോ എല്ലാ മാധ്യമങ്ങളും. എന്നിട്ടും നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, നിങ്ങളൊരു മലയാളിയല്ലേ?
നിങ്ങൾ അതിലുപരി കേരളീയനല്ലേ, നിങ്ങൾക്ക് അതിലെല്ലാം ഉപരി നിങ്ങൾ BJP എന്നതിനപ്പുറമായൊരു വികാരം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അതല്ലേ പ്രതിഫലിക്കേണ്ടത് ഇവിടെ. നിങ്ങൾ അതിനുവേണ്ടിയല്ലേ വാദിക്കേണ്ടത്. എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീയോട് പറയുകയാണ് നിങ്ങളെ വിളിച്ചിരുന്ന് ഞങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാമെന്ന്. രാഷ്ട്രീയമല്ലേ ഇതെല്ലാം? നമ്മളെല്ലാം രാഷ്ട്രീയക്കാരല്ലേ ഭരിക്കുന്നത്. അവർ ചെയ്യാത്തതും ചെയ്തതിനെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടണ്ടേ? കൂടുതൽ നമ്മളിപ്പോൾ ഒരു സിവിയർ നേച്ചറുള്ള ഡിസാസ്റ്ററാണ് എന്ന് പ്രഖ്യാപിച്ചാൽ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ ഉള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനത് ആവർത്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ലോൺ എഴുതി തള്ളാൻ പറ്റും. അതുപോലെയുള്ള ഇവിടുത്തെ സെൻട്രൽ മാനദണ്ഡം അനുസരിച്ചുള്ള അല്ല നമുക്കിവിടെ ചെയ്യേണ്ടി വരുന്ന ഓരോ ജോലികളും ഇതിനെല്ലാം ഡെയിലി പാലത്തിനടക്കം നമ്മൾ പൈസ അടക്കണം. അറിയാമോ ഈ SDRF നിന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്താണോ? ആ പൈസ അടക്കം കൊടുക്കണം. നിങ്ങൾക്കറിയാമോ അത്? നിങ്ങൾ പാലം പണിതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടക്കിൽ നിന്ന് എടുക്കും. നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ വന്നതിനും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതിനും 2018 പ്രളയത്തിൽ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത് അവിടെ നിന്ന് തന്നതും ഹെലികോപ്റ്റർ വന്നത് SDRF തിരിച്ചെടുത്തു. അറിയാമോ നിങ്ങൾക്ക്? അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നിങ്ങൾ പറയുന്ന പോലല്ല. ഇതിന് അഡീഷണൽ സഹായം ഉണ്ടാവണം. എന്നാലേ ആ പാവം ദുരിതബാധിത പറഞ്ഞത് അതിന് എല്ലാവരും ചേർന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞതിനെ അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്ത് എങ്ങനെയാണ് അവരെ വിളിച്ചിരുത്തി രാഷ്ട്രീയം പറയുകയാണ്. ഇങ്ങനല്ല. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഏതിലെല്ലാം രാഷ്ട്രീയത്തിനായാലും ശരി അതിലുപരി നമ്മളൊരു മലയാളിയാണ്, ഒരു കേരളീയനാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതി പറയണ്ടേ? ആ അവകാശത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കാൻ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. എന്നിട്ട് അദ്ദേഹം സെൻറ്റൻസിൽ വായിക്കുകയാണ് 100 ദിവസം കഴിഞ്ഞു, ജൂലൈയിൽ നടന്ന സംഭവമാണ്, എന്നിട്ട് അവസാനം ഇനിയും സഹായിക്കാവുന്നത്. ധനകാര്യമന്ത്രി പറഞ്ഞത് എന്താ? പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിന് പോയതാണ്, വന്നാൽ ഉടനെ സഹായിക്കും എന്നാണ് പറഞ്ഞത്. വന്നാലുടൻ. ഇപ്പോൾ എത്ര നാളായി വന്നിട്ട്? സഹായിച്ചോ? ഓരോ സന്ദർഭത്തിനും ഓരോ ഘട്ടത്തിലും ഇവിടെ ധനകാര്യമന്ത്രി വന്ന് കേരളത്തിൽ പ്രസംഗിച്ചതാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ. ഉടനെ സഹായിക്കും. ചെയ്തോ? 1 രൂപ തരാതിരുന്നിട്ട് പറയുകയാണ് അവസാനം പിടിച്ചു നിൽക്കാൻ വേണ്ടി. എന്നാലും ശരി, വി വിൽ എക്സ്റ്റെൻഡ് ദ അസിസ്റ്റൻസ് ടു ദി ഫർദർ എന്നും പറഞ്ഞിട്ട് ചുമ്മാ അടിച്ചു വിട്ടാൽ മതിയോ? ആ സെന്റൻസ് വായിച്ചാൽ വല്ലതും കിട്ടുമോ? കത്ത് വായിച്ച പുഴുകി തിന്നാൻ പറ്റുമോ? ശരി, ശ്രീ കെ ശബരിനാഥൻ, ഇതാ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ നാട് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുനർനിർമ്മാണം, ആ നാടിന്റെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആവശ്യമാണ്. അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിന്റെ ആവശ്യമാണ്. ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ആവശ്യത്തിന് എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും എന്ത് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും പ്രതിനിധികളും ഒക്കെ പറയുന്നൊരു കാര്യം അതിൽ പണം തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു കത്ത് വരുന്നു, ആ കത്തിൽ ദേശീയ ദുരന്തം എന്ന് പറയണം എന്ന് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അതിന് പ്രൊവിഷൻ ഇല്ല. മറ്റ് സഹായങ്ങൾ തുടരും എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ഇവിടെ UDF വിശ്വസിക്കുന്നുണ്ടോ? അത് കണക്കിലെടുക്കാതെയാണോ നിങ്ങളുടെ പ്രതിഷേധം? ഇനി അഥവാ അത്തരത്തിലുള്ള ഫണ്ട് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ മറ്റു വഴികൾ തേടുകയല്ലാതെ എന്താണ് ചെയ്യുക? അല്ല, ഇതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. ആദ്യമേ, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ പൂർണ്ണമായി വായിക്കുമ്പോൾ ഒരിടത്തും അങ്ങനെ പ്രഖ്യാപിച്ചൂടാ എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഇസ് സബ്ജക്റ്റ് ടു ഇൻ്റർപ്രിട്ടേഷൻ. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് കമ്മീഷൻ 10th ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് 9.18 പറയുന്ന ഒരു ഫാക്റ്റ് വളരെ വാലിഡാണ്. 9.18 പറയുന്നത് ഒരു സെക്കൻഡ്, once a calamity is deemed to be of rare severity, it really ought to be dealt with as a national calamity requiring assistance and support beyond what is envisaged in the CRF scheme. എന്ന് വെച്ചാൽ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കലാമിറ്റി അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ ഇപ്പോൾ കാണുന്ന സാഹചര്യത്തിന് അപ്പുറത്തായി നാഷണൽ കലാമിറ്റിയെ കാണാമെന്ന് ഒരു വ്യാഖ്യാനം ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ വ്യാഖ്യാനം ഉപയോഗിച്ചുകൊണ്ടും വേണമെങ്കിൽ സർക്കാരിന് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ കലാമിറ്റിയായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ ശ്രീ ശങ്കുറ്റിദാസ് അവസാനം പറഞ്ഞതുപോലെ കത്തിൻ്റെ അവസാനമുള്ള ആ വരി കാരണം കൂടുതൽ ഫണ്ട് കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം ആ കത്തിൽ കൃത്യമായി പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് NDRF പണം തരാൻ കഴിയുകയില്ല. ഈ പറഞ്ഞ L3 ആണെങ്കിൽ മാത്രമേ NDRFിൻ്റെ സഹായം കിട്ടത്തുള്ളൂ, അത് തരാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ NDRF സഹായം കിട്ടുകയാണെങ്കിൽ സെക്ഷൻ 13 പറയുന്ന പോലെ അതിൽ ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ലോൺ എഴുത്തുള്ള അടക്കമുള്ള കാര്യങ്ങൾ മാറ്റി പറയാമെന്ന് പറയുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ജിതിക പ്രേമിനെ പോലത്തെ പാവപ്പെട്ട വയനാട്ടുകാരെ അവരെ ആശങ്കയിലാക്കാനല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാനാണ്. ഇനി ഒരു കള്ളം കൂടി ശ്രീ കള്ളമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് ഞാൻ പറയുകയാണ്. അദ്ദേഹം ഏതോ ഒരു
ബീഹാറിന് പ്രോജക്റ്റ് കൊടുത്തത് കൊണ്ട് 10,000 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു തന്ത്രം ഞാൻ പറയുകയാണ്. ഈ ബീഹാറിലെ ഏറ്റവും വലിയ കോശി നദി അടക്കമുള്ള 2 നദികളെ ലിങ്കിങ് പ്രോജക്റ്റിന് ഇവർ കാലങ്ങളായിട്ടുള്ള DPRന് അത് ഇറിഗേഷൻ പദ്ധതിക്ക് വേണ്ടി കൂടി 10,000 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര ബഡ്ജറ്റിൽ കൊടുത്തതാണ്. ഈ പറഞ്ഞ പദ്ധതിക്ക് എവിടെയാണ് ഈ പറഞ്ഞ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തിട്ടുള്ളത്? അത് നാഷണൽ റിവർ ലിങ്കിങ് പ്രോജക്റ്റ് ഏതോ സ്കീമിൻ്റെ പേരിൽ ഇന്ത്യയിൽ 10,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നിങ്ങൾ കൊടുത്തേക്കുന്നത്. നിങ്ങൾ 10,000 കോടി രൂപ ബഡ്ജറ്റ് തന്ന് സഹായിക്കണമെന്ന് ഞാൻ ശങ്കുവിനോട് BJPയോട് പറയുന്നില്ല. നിങ്ങൾ ഈ തരത്തിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് കൊടുക്കേണ്ട NDRF സ്കീമിൽ നിന്ന് 1,000 കോടിയെങ്കിലും കൊടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റേ ബീഹാറിന് കൊടുത്തതുപോലെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് ഡബിൾ എഞ്ചിൻ പറയുന്ന ബീഹാറിന് കൊടുത്ത 10,000 കോടിയുടെ 10% ബഡ്ജറ്റ് വേണ്ട, നമുക്ക് അവകാശപ്പെട്ട NDRF സ്കീമിൽ നിന്ന് കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് വെക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ, ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ എഴുതി കാണിക്കുന്ന മാധു പറഞ്ഞ രാഷ്ട്രീയം, ഇവിടെ ഈ വിഷയം വന്നപ്പോൾ ഒരുമിച്ച് പ്രമേയം പാസ്സാക്കാൻ സഹായിച്ചത് കോൺഗ്രസ് ആണ്. ഏറ്റവും ശക്തമായി വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അതിനുശേഷം രാജ്യസഭയിൽ നിങ്ങളുടെ CPIയുടെ MLA MP സന്തോഷ് കുമാർ അടക്കം ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള CPM MPമാരും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് ഒപ്പം നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമില്ലാതെ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇതിനകത്ത് കോൺഗ്രസ് എല്ലാത്തിനും എതിരെ നിൽക്കുന്നു പറയുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ്. ഇവിടെ BJPയും CPIയും ഈ വിഷയത്തിൽ കളിക്കുന്ന രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട വയനാടുകാരെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പദ്ധതി, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കനിവല്ല നമുക്ക് വേണ്ടത്. ഇത് ഞാനും നിങ്ങളും കൊടുക്കുന്ന ടാക്സ് പണം കറങ്ങിത്തിരിഞ്ഞ് ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് വരുന്ന SDRFും അതേപോലെ തന്നെ പല സ്ഥലത്തു നിന്ന് വരുന്ന NDRF ഫണ്ടുകളും കിട്ടാനുള്ള ഒരു അവകാശം അതൊന്നും തുറന്നു തരിക, അത് ഒപ്പിടാനുള്ള അവകാശമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. അത് മാത്രം ചെയ്യാനല്ല, നിങ്ങൾ കയ്യിൽ നിന്ന് 1 രൂപ തരണ്ട. ഇത് അക്കൗണ്ടഡ് ഫോർ ആണ്, ഇത് ഫിനാൻസ് കമ്മീഷൻ നൽകുന്നതാണ്, അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നിങ്ങളൊന്ന് ഓക്കെ പറയുകയാണെങ്കിൽ കേരളത്തിലെ വയനാടിനെ പ്രതിഷ്ഠിക്കുവാൻ, ഇത് വയനാട് തന്നെ കാരണം വലിയ ഭീതിയിലാണ്. ഒരു പ്രദേശത്ത് 3 വാർഡുകൾ നടന്ന പ്രദേശം കാരണം വയനാട്ടിലെ ടൂറിസം രംഗം തകർന്നിരിക്കുകയാണ്. അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ആളുകളിപ്പോൾ വയനാടിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ടൂറിസമാണ്. അവിടെ ഒരു ടൂറിസം, ഇപ്പോൾ ടൂറിസം സീസണാണ്. ഈ ദീപാവലി തൊട്ട് മാർച്ച് വരെയുള്ളത് ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യക്കാർ ഫെസ്റ്റിവൽ സീസൺ ആയിട്ട് പോലും ഇത്തവണ വയനാട്ടിലേക്ക് ഒരു യാത്ര പോകാൻ ഒരുപക്ഷെ കേരളം പുറത്തുള്ളവരൊക്കെ പേടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു. അതിനൊക്കെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് വലിയ തോതിലുള്ള പുനർനിർമ്മാണം വേണ്ടതുണ്ട്. കൂടുതൽ പണം അവിടേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഈ പറയുന്ന സഹായവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ശ്രീമതി ജിതിക പ്രേം, രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്തരം അഭിപ്രായങ്ങളുടെ പേരിലല്ല ഞാൻ അങ്ങേ ഇതിലേക്ക് ക്ഷണിച്ചതെന്ന് അങ്ങേക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. വയനാടിൻ്റെ മനസ്സിലെന്താണ്, ആവശ്യം എന്താണ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് അങ്ങ് ഈ ചർച്ചയിലെ ഭാഗമായത്. ശങ്കുട്ടിദാസ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സംസ്ഥാന സർക്കാർ വാഗ്ദാനം നൽകിയതെല്ലാം നിറവേറ്റിയിട്ടുണ്ടോ എന്ന്. അതിന് അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ മറുപടി പറയാം. അതിനപ്പുറത്ത് ഈ വിവാദങ്ങളുടെ ഒക്കെ അപ്പുറത്ത് ഇതിൻ്റെ ഒരു അടിയന്തരാവസ്ഥ, ഇത് പരിഗണിക്കേണ്ടതിൻ്റെ, അവിടുത്തെ പുനരധിവാസം വേഗത്തിലാക്കേണ്ടതിൻ്റെ, അതിനാവശ്യമായ പണത്തിൻ്റെ ഒക്കെ ഒരു അടിയന്തരാവസ്ഥ എത്രത്തോളമാണ്? ജിതിക കേൾക്കാമോ? കേൾക്കാം. ഒന്നുകൂടി പറയോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം എന്ന് ഞാൻ ഒരിക്കലും അങ്ങയോട് പറയില്ല. വയനാടിന്റെ പൊതു ആവശ്യം, നിലവിൽ ഉണ്ടാകുന്ന ആശങ്കകൾ, ആ പശ്ചാത്തലത്തിൽ അങ്ങയുടെ മറുപടി എന്താണ്? ഞാൻ ആദ്യം അതിനൊരു മറുപടി പറയട്ടെ. നമ്മൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല മരിച്ചിട്ടുള്ളത്. അതായത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൽ BJPക്കാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, LDFകാരുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നതെന്ന് ആദ്യം ആ സുഹൃത്തിനോടും ഞാനൊന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഞങ്ങൾ ഒരുപോലെ കണ്ട് ഞങ്ങൾക്ക് അതായത് ഒരു വീട് എന്ന ഒരു സ്വപ്നമുണ്ട്, അതിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങളുടെ ആവശ്യം. പലർക്കും ഇപ്പോഴും തൊഴിലില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ആ തൊഴിൽ അതായത് വീട് വെക്കണമെങ്കിൽ ഗവൺമെൻറ് മാത്രം ശ്രമിച്ചാൽ ഇത് നടക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കിട്ടിയാൽ തന്നെയാണ് ഇത് നമുക്ക് നടത്താൻ പറ്റുമോ എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ചൊരു.
ശരി, ഇത് അവിടുത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അത് മാറ്റാൻ, അതിന് പരിഹാരമുണ്ടാകാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത് തരം പ്രതികരണങ്ങളാണെങ്കിലും അത് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് എനിക്കും പറഞ്ഞു പോകേണ്ടത് ഈ ദിവസം പ്രത്യേകിച്ചും. ശ്രീ ശങ്കുട്ടിദാസ്, ഇതിപ്പോൾ ശരി അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഇത് ഈ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട മറുപടി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് കേന്ദ്ര സഹായം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും 4 മാസമായില്ലേ ശ്രീ ശങ്കു? അതിനുശേഷം ഇതുവരെ ഈ പറയുന്ന എത്ര വലിയ പ്രൊസീജിയറാണ് എങ്കിലും ഇത്രത്തോളം സമയമെടുക്കാൻ കഴിയുമോ? അത്രയും സമയം നമ്മൾ അവരെ മഴയത്ത് നിർത്തുകയല്ലേ ഈ ദുരന്ത ബാധിതരെ? നോക്കൂ, എനിക്ക് വീണ്ടും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലതിക ചേച്ചിയോടും ആ ചേച്ചിയിലൂടെ വയനാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയാനുള്ളത്, വയനാട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അവിഭാജ്യമായിട്ടൊരു ഘടകമാണ്. വയനാടിൻ്റെ പുനരധിവാസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ തന്നെ താല്പര്യമാണ്. വയനാട്ടുകാരുടെയോ കേരളത്തിൻ്റെയോ മലയാളികളുടെയോ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രശ്നമാണ് വയനാടിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്ന്. ആ പൂർവ്വസ്ഥിതിയിലേക്ക് വയനാടിനെ എത്തിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സഹായങ്ങളും വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വയനാട്ടിൽ വന്ന് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടിയിരുന്ന നടപടികൾ യഥാസമയത്ത് ഇതുവരെ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഒരു സാങ്കേതിക തടസ്സമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞു സെക്ഷൻ 13 പ്രകാരം കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായിട്ട് പ്രഖ്യാപിക്കാമല്ലോ എന്ന്. ഈ നിയമത്തിലെ സെക്ഷൻ 13 കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡമല്ല പറയുന്നത്. ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്ര മേലാണെങ്കിൽ ലോൺ റീപേയ്മെൻറ്റുകൾ ഒഴിവാക്കാനും പുതിയ ലോണുകൾ അനുവദിക്കാനും നാഷണൽ അതോറിറ്റിക്ക് അധികാരം കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ L1, L2, L3 ഈ തരംതിരിക്കലൊക്കെ ഉണ്ടാവുന്നത് ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലല്ല, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് ഓഫ് 2007 അതിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ L1 എന്ന് പറയുന്ന ഒരു ജില്ലയുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ദുരന്തങ്ങളാണ് L1. ഒരു ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സംസ്ഥാന തലത്തിൽ നിൽക്കുന്നതാണ് L2. 2-3 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന രാജ്യത്തെ മുഴുവൻ മെഷീനറി ആവശ്യമാവുന്ന ദുരന്തങ്ങളാണ് L3 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തരംതിരിക്കണമെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ. കാരണം വയനാട് ജില്ലയിലെ വൈത്തിരി എന്ന് പറയുന്ന താലൂക്കിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം നിൽക്കുന്നതാണ്. അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്, വലിയ കൂടുതലാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞാൽ 4500 വില്ലേജ് മുഴുവൻ വൈപ്പ് ചെയ്തിട്ട് പോയിട്ടുള്ള സംഭവമാണ്, തുടച്ചു പോയിട്ടുള്ള സംഭവമാണ്. 6500 ആളുകൾ മരിച്ചു. നമ്മൾ ഉത്തരാഖണ്ഡ് ഫ്ലഡ്സിനെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് വരെ ഈ രാജ്യത്ത് ഒരു ദുരന്തത്തെയും നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ ശബരിനാഥൻ പറയുന്നു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കരുത് എന്നൊരു പ്രൊവിഷനും നിയമത്തിലില്ലല്ലോ എന്ന്. എന്തൊരു അസംബന്ധമാണ് ആ വാദം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ രാജ്യത്ത് ഒരാൾ കളവ് ചെയ്താൽ കൈ മുറിക്കാനുള്ള ശിക്ഷയില്ല. ചില രാജ്യങ്ങളിൽ അതുണ്ട്. ഇവിടെ നമുക്ക് തടവ് ശിക്ഷയുള്ളൂ. IPCയിൽ കൈ മുറിക്കരുത് എന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ മുറിച്ചൂടെ എന്ന് ചോദിച്ചാൽ നിയമത്തിൽ പ്രൊവിഷനിലുള്ളതേ ചെയ്യാൻ കഴിയുള്ളൂ. നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ നിയമത്തിലില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ തീരുമാനിക്കുന്നത് അത് ഉണ്ടായ സ്ഥലത്തെ മാത്രം വെച്ചുകൊണ്ടല്ല, അത് മാനേജ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി കൂടി അനുസരിച്ചുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോ ഒരു ജില്ലയ്ക്ക് അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഒരു സംസ്ഥാനത്തിന് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല അടുത്തൊരു കൗശലമാണത്. L1 തെറ്റാണ് മാധു. സംസ്ഥാനത്തിന്റെ മെമ്മറാണ്ടം കിട്ടാണ്ടാണ്. ജില്ലയാണെങ്കിൽ L1, സ്റ്റേറ്റ് ആണെങ്കിൽ രാജ്യമാണെങ്കിൽ L3. അങ്ങനല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ബീഹാറിലെ സിക്കിമിലെ ഫ്ലഡ്സിൽ എങ്ങനെയാണ് L3 വെച്ച് 500 കോടി രൂപ കൊടുത്തത്? സിക്കിമിൽ പ്രദേശത്ത് മാത്രം ഉണ്ടായതല്ലേ. ഇവിടെയാണ് പക്ഷേ സിക്കിമിലെ ഒരു ചെറിയ, ഞാനിപ്പോൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ NDRF ഫണ്ട് കൊടുത്തത് സിക്കിമിലെ പ്രളയം ന്യായം തെറ്റാണ്. അങ്ങനെ വാദം തെറ്റാണ്. ജില്ലയാണെങ്കിൽ തെറ്റാണ്. അത് പറഞ്ഞല്ലോ, കപ്പാസിറ്റി കൂടി പരിഹരിക്കാൻ കപ്പാസിറ്റി കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ് കാറ്റഗറി. അങ്ങനെ തടസ്സപ്പെടുത്തരുത്. ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ മെമ്മറാണ്ടം പോലും കിട്ടുന്നതിന് മുൻപാണ് ഓഗസ്റ്റ് 2 തന്നെ IMCT രൂപീകരിക്കുകയും IMCT സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മെമ്മറാണ്ടം സമർപ്പിക്കപ്പെടുന്നത് 19 ഓഗസ്റ്റിന് മാത്രമാണ്. 19 ഓഗസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ മെമ്മറാണ്ടത്തിൽ പറയുന്നത് എന്താണ്? 214.6 കോടി രൂപ കൂടി അധികമായി തരണം എന്നാ. അപ്പോഴും ഈ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടില്ല. 19 ഓഗസ്റ്റിന് കൊടുത്തിട്ടുള്ള 214 കോടിയുടെ എക്സ്ട്രാ അസിസ്റ്റൻസ് ആണ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാർ അതിനകത്ത് NDRFൻ്റെയും അതിൻ്റെ മാനദണ്ഡമനുസരിച്ചുള്ള ഒരു ഒഫീഷ്യൽ മെമ്മോറാണ്ടവും ഇവിടുത്തെ പ്രത്യേകമായ സാഹചര്യങ്ങൾക്കടുത്തുള്ള അഡീഷണൽ സഹായവും രണ്ടും സ്പെസിഫിക്കായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയും അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് കേന്ദ്രത്തോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും വയനാട്
ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പൊതുവെയുള്ള ആശങ്കകൾ പലതാണ്. അവിടെയുള്ള ജനത്തെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ, ജീവൻ തിരികെ കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ ആ പ്രതിബന്ധങ്ങളെയാണ് മാറ്റേണ്ടതല്ലാതെ മനുഷ്യരുടെ ജീവനെ അതിനനുസരിച്ച്, ജീവിത സാഹചര്യങ്ങളെ അതിനനുസരിച്ച് പ്രതിരോധത്തിലാക്കുകയല്ല വേണ്ടത് എന്നുള്ളത് മാത്രം പറഞ്ഞു വെക്കുന്നു.